എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ശ്രുതി മലേഷ്യക്കാരി അല്ല എന്നുള്ള സത്യം വീട്ടിലെല്ലാവരും അറിയാണ്. അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യത്തിൽ ശ്രുതിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന എപ്പിസോഡ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രുതി നേരെ പോകുന്നത് മീരയുടെ വീട്ടിലേക്കാണ്. മീരേനെ മാത്രമാണല്ലോ ശ്രുതിക്ക് അവിടെ പരിചയമുള്ളൂ. മീരയുടെ വീട്ടിലാണ് ശ്രുതി താമസിക്കുന്നത് കേട്ടോ. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ കൂടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന ഒരു ഇതുമില്ല. ചന്ദ്രമതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തെറ്റിയിട്ട് ചന്ദ്രമതി നേരെ പോകുന്നത് ഭാമയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ വീട്ടിൽ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, രവീന്ദ്രൻ ഒരു തീരുമാനം എടുക്കുകയാണ്. പിന്നെ ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ, ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് പഴയ പോലെ വീടൊന്ന് ശാന്തമാവാൻ അച്ചമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അച്ചമ്മയാണ് ഇവിടെ വന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാലും അച്ചമ്മയാണ് അത് വന്ന് സംസാരിച്ച് സോൾവ് ചെയ്യുന്ന ആൾ അച്ചമ്മയാണ്. അപ്പോൾ നമുക്ക് അച്ചമ്മേനെ വിളിച്ചു കൊണ്ടുവരാം എന്നൊരു തീരുമാനത്തേക്ക് എത്തുകയാണ്. രേവതിയും സച്ചിയും അച്ഛനും ചേർന്നിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ അച്ഛൻ രാവിലെ വെളുപ്പിന് തന്നെ പോയിട്ട് അച്ചമ്മേനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അച്ചമ്മേനെ കൂട്ടിക്കൊണ്ടുവരാൻ അച്ചമ്മ വരുന്നതിന് മുന്നേ വർഷയും ശ്രീകാന്തും എത്തും. വർഷയും ശ്രീകാന്തും ഒരു ടൂറ് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വർഷയ്ക്ക് വർഷയ്ക്ക് ആ ടൂറൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. വർഷയ്ക്ക് വീട്ടിലെന്താ സംഭവിക്കുന്നത്, ശ്രുതി ഇതുവരെ ആരുടെയും ഇടയിൽ ഇങ്ങനെ പെട്ടിട്ടില്ല. ശ്രുതിയുടെ കള്ളങ്ങളൊക്കെ പൊളിയല്ലേ. അപ്പോൾ ശ്രുതി എങ്ങനെ ചന്ദ്രമതിനെ ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആൻറ്റി എങ്ങനെ ശ്രുതിയോട് പെരുമാറണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വർഷ ആകെ എക്സൈറ്റഡ് ആയിട്ട് വർഷ തിരിച്ചു വരികയാണ് കേട്ടോ. തിരിച്ചു വരാൻ ധൃതി കൂട്ടിയിട്ട് വർഷ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ അച്ചമ്മ എത്തുന്നുണ്ട്. അച്ചമ്മ എത്തിയിട്ട് ശ്രുതിനെ വിളിച്ചിട്ട് പറയാണ്, നീ നിൻ്റെ ഭാര്യേനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ചമ്മ ശ്രുതിനെ വിളിക്കാൻ പറയുമ്പോൾ ശ്രുതി ആരും പറ്റില്ല, വിളിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും, ശ്രുതി എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ ഭാര്യയാണ്, നീ വിളിച്ചേ പറ്റുള്ളൂ. അവളെ എങ്ങനെ ഇത്രയും എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടിയിട്ട് അവളെ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നിനക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് പറഞ്ഞു തീർക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചെടുത്തു. അങ്ങനെ ശ്രുതിനെ വിളിക്കുകയാണ്. ശ്രുതിനെ വിളിക്കുമ്പോൾ ശ്രുതി എന്താ വിളിക്കാത്തത്, ശ്രുതി എന്നോട് വെറുപ്പ് കാണിക്കുക, ഞാൻ ഇത്രയൊക്കെ ശ്രുതിനെ സ്നേഹിച്ചിട്ടും ശ്രുതിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ നുണയൊക്കെ പറഞ്ഞു നിന്നിട്ടും ശ്രുതിക്ക് ഇപ്പം എന്നെ വേണ്ടാതായില്ലെന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ. ശ്രുതി ഒന്ന് വിളിച്ചാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ശ്രുതി വിളിക്കുമ്പോൾ ശ്രുതി കുറച്ച് ഡിമാൻഡ് ഉണ്ട് കേട്ടോ. ശ്രുതി ഫോൺ എടുക്കില്ല. ആദ്യം വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല, രണ്ടാമത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല കേട്ടോ. അപ്പോൾ ശ്രുതി അച്ഛനോട് പറയും അവൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നെ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കും, നിൻ്റെ ഫോൺ ആയതുകൊണ്ട് അവൾ എടുക്കാത്തത് വഴിയാണ്. അപ്പോൾ രേവതി പറയും, നിങ്ങളെ അവൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടെ, പിന്നെ നിങ്ങളുടെ ഫോണിൽ നിന്ന് വിളിച്ചെടുക്കുമോ ചോദിക്കും. അപ്പോൾ സച്ചി പറയും അത് ശരിയാണ്. എന്നിട്ട് അച്ഛൻ പറയും, നീ ഒന്നുകൂടി വിളിച്ചു നോക്ക്, അവൾ എടുക്കുമെന്ന് പറയാണ്. അപ്പോൾ ഒന്നുകൂടി വിളിക്കുമ്പോൾ ശ്രുതി എടുക്കും. അപ്പോൾ ശ്രുതി പറയും, നീ എവിടെ വയ്ക്കും, മീരയുടെ കൂടെയാണോ വയ്ക്കും. അപ്പോൾ അതേ പറയും, നീ വീട്ടിലേക്ക് വായോ, അച്ഛമ്മ വന്നിട്ടുണ്ട് പറയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. അല്ല, എല്ലാം സംസാരിച്ച് തീർക്കാനാണ് അച്ഛമ്മ വന്നിരിക്കുന്നത്, എന്തായാലും നീ വരണം എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ വരാൻ, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് പറയും. അപ്പോൾ എന്താണെന്ന് ശ്രുതി ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, വേറെ ഒന്നുമല്ല, ആൻറ്റി എന്നെ തല്ലാനൊന്നും പാടില്ല, അങ്ങനെയാണെന്ന് ഞാൻ വരാമെന്ന് പറയാണ്. അപ്പോൾ ഇവരൊന്ന് ആലോചിക്കുന്നു. എന്നിട്ട് അച്ഛൻ പറയും, ഇല്ല, അവൾ നിന്നെ ഒന്നും ചെയ്യില്ല, നീ ധൈര്യമായിട്ട് വന്നു പറയാണ്. അപ്പോൾ ശരി പറഞ്ഞിട്ട് ശ്രുതി ഫോൺ വയ്ക്കും. പിന്നെ രവീന്ദ്രനോട് ചന്ദ്രനെ വിളിക്കാൻ അച്ഛമ്മ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ രവീന്ദ്രനെ ഒന്ന് മടിക്കുന്നുണ്ട്. എന്നാലും അച്ഛമ്മ പറഞ്ഞതനുസരിച്ച് രവീന്ദ്രനെ വിളിക്കുമ്പം ചന്ദ്രനും ഇങ്ങനെ തന്നെയാണ് പറയുക കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണല്ലോ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ വരാം, പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന് ചന്ദ്ര പറയുകയാണ്. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ, ഞാൻ ശ്രുതിനെ എന്ത് ചെയ്താലും പറഞ്ഞാലും അവിടെ ഒരാളും ചോദിക്കാനും വരരുത്, നിങ്ങളുടെ അമ്മയും ചോദിക്കാൻ വരരുതെന്ന് പറയും. അപ്പോൾ രവീന്ദ്രനും അത് പറയും, ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനും അത് സമ്മതിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ രണ്ടുപേരും വരുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. രണ്ടുപേരും ഒപ്പാണ് എത്തുക കേട്ടോ. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ടെങ്കിലും നല്ല ദേഷ്യത്തിലാണ് അവർ വരിക കേട്ടോ. വന്നു ചന്ദ്രമതിയുടെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, നീയല്ലേ ഈ വീട്ടിൽ മൂത്ത ആൾ, അല്ലെങ്കിൽ നിൻ്റെ മരുമക്കളെയൊക്കെ നേരെ നടത്തേണ്ടത് നീയല്ലേ, അപ്പം നീ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണോ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ചന്ദ്ര പറയും, പിന്നെ ഞാൻ എന്താ വേണ്ടത്, എന്നെ അവൾ ചതിക്കുക ചെയ്തത്, അവൾ ഇത്രയും കാലം വിഡ്ഢിയാക്കിയത് എന്നെയാണ്, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കാൻ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, എന്തോ ആയിക്കോട്ടെ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ട, അല്ലാതെ അവളെ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയല്ല വേണ്ടത്, അത് നല്ല രീതിക്ക് പരിഹരിച്ച് അത് തീർക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയാണ്.
അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ഇതിലിനി ഒന്നും പരിഹരിക്കാനില്ല, അവളെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അവൾ ഇത്രയും കാലം എന്നെ പറ്റിക്കായിരുന്നു, ഇനി ഈ വീട്ടിൽ അവളെ താമസിപ്പിക്കാൻ പറ്റില്ല, എത്ര പെട്ടെന്ന് ഡിവോഴ്സ് വേണം, എൻ്റെ മകൻ ഇനി ഭാര്യയായിട്ട് അവൾ വേണ്ടാന്ന് പറയണം. അപ്പം ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിയോട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്താണ്? നീ ഇത്രയും കാലം ഇങ്ങനെ ഒരു നുണ പറഞ്ഞ് ഈ വീട്ടുകാരെ പറ്റിക്കേണ്ട ആവശ്യം നിനക്ക് ഉണ്ടാകുന്നില്ലല്ലോ, അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ എന്ന് പറയാൻ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് മനോജിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു, മനോജിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മനോജിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്, അപ്പം മനോജിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അച്ഛമ്മ ചോദിക്കും, ശരിക്കും നിൻ്റെ വീട് മലേഷ്യയിൽ തന്നെയാണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അപ്പോൾ ഉണ്ടാക്കുന്നത് നുണ, വീണ്ടും ശ്രുതി നുണയെന്നിട്ട് പറയുന്നത്. ശ്രുതി പറയാണ്, അത് ഞാൻ ജനിച്ച് വളർന്നതൊക്കെ മലേഷ്യയിലാണ്, എൻ്റെ അച്ഛന് എൻ്റെ അച്ഛന് വേറൊരു ബന്ധം ഉണ്ടായിരുന്നു, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ്, പിന്നെ എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത്, അമ്മയുടെ മരണശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നതും ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചതും, അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അതിനിടയ്ക്കാണ് ഞാൻ അതിന് ശേഷമാണ് ഞാൻ സുധീനെ കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ. സുധീനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ സുധിയുടെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് തോന്നി, അങ്ങനെ സുധീനെ അമ്മേനെ പരിചയപ്പെട്ടു. അപ്പോൾ ആൻറ്റി കാണുന്നതും സങ്കല്പിക്കുന്നതും സുധിക്ക് വേണ്ടി മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ഒരു പണക്കാരിയായിട്ടുള്ള പെൺകുട്ടീനെയാണെന്ന് മനസ്സിലായപ്പോൾ സുധിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നുണകളൊക്കെ പറഞ്ഞത്. ആൻറ്റി എപ്പോഴും സ്വത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണ്, സ്വത്തെന്ന് മാത്രമേ ആൻറ്റിക്കുള്ളൂ എന്നൊക്കെ പറയണം. ഞാൻ ഒന്നുമില്ലാത്ത ആളാണ്, സുധിയുടെ കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, അപ്പം നീ മൂത്ത മരുമകളായ ഇവളെ പോലെ ഒന്നുമില്ലാത്തവളാണല്ലേ ഇത്, ഇപ്പം മനസ്സിലായില്ല എല്ലാവർക്കും, എൻ്റെ അടുത്ത് സ്വത്തുമില്ല പണമില്ല ഒന്നുമില്ല, ഇത്രയും കാലം എൻ്റെ മകനെ ചതിക്കായിരുന്നു എന്ന് പറയാണ്. എന്തിനാണെന്നൂടി നീ ഇതൊക്കെ ചെയ്ത് പറഞ്ഞിട്ട് അവൾ അടിക്കാൻ തുടങ്ങുമ്പോൾ അടിച്ചു, 2-3 അടി അടിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മതി അമ്മേനെ അടിക്കണ്ട, എനിക്കൊക്കെ അറിയായിരുന്നു, ശ്രുതി എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഒരു കള്ളം ശ്രുതി പറയും. കാരണം ശ്രുതിക്ക് അവളെ കുറേ തല്ലുന്നത് കണ്ടപ്പോൾ ശ്രുതിക്ക് സഹിക്കുന്നില്ല. അപ്പോൾ ശ്രുതി അത് ഏറ്റെടുത്തിട്ട് പറയും. ചന്ദ്ര ചോദിക്കും, നിനക്കത് അറിയായിരുന്നു ചോദിക്കുമ്പോൾ ശ്രുതി പറയും, എനിക്കറിയായിരുന്നു, ശ്രുതി എന്നോടൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയും, നീ നുണ പറയണ്ട, നീ എന്തറിഞ്ഞാലും എന്നോട് പറയുന്നതല്ലേ, പിന്നെ നീ എന്തുകൊണ്ട് ഇതെന്നോട് പറഞ്ഞില്ല, നീ അവളെ രക്ഷിക്കാൻ വേണ്ടി നുണ പറയണ്ട എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഇല്ല അമ്മേ, എനിക്കൊക്കെ അറിയായിരുന്നു, അപ്പം അമ്മ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടും എന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്, എനിക്കൊക്കെ അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് സോൾവ് ആക്കും. അപ്പോൾ ചന്ദ്രയ്ക്ക് പിന്നെ ഒന്നും പറയാനില്ല, ശ്രുതിക്കും കൂടി എല്ലാം അറിയുമ്പോൾ ചന്ദ്രയ്ക്ക് ഇനി ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ അവസാനം അച്ഛൻ പറഞ്ഞു, ശരി, ഇതുവരെ നടന്നതൊക്കെ പോട്ടെ, ഇനിയെങ്കിലും ഈ വീടിന് പറ്റിയ മരുമകളായി, നല്ല മരുമകളായി സത്യം മാത്രം പറഞ്ഞ് ജീവിക്കാൻ നിനക്ക് പറ്റിച്ച് നിനക്കിവിടെ ജീവിക്കാമെന്ന് പറയാണ്. അത് നീ സത്യം ചെയ്ത് തരണം പറഞ്ഞിട്ട് രേവതി ആരതിയൊക്കെ ഒഴിയാൻ വേണ്ടിയിട്ട് ആരതിയൊക്കെ എടുത്തിട്ട് വരിക, ഇതിൻ്റെ മേലിൽ സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ മേലിൽ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ കൊടുത്തു. അപ്പോൾ അവസാനമായിട്ട് അച്ഛമ്മ ചോദിച്ചു, ഇനി എന്തെങ്കിലും ഞങ്ങളോട് മറച്ചു വെച്ചിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, അല്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യന് അച്ഛൻ അയച്ചു എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇവിടെ കൊണ്ടുവന്ന പണമൊക്കെ ഏതാണെന്ന് ചോദിക്കും. ഏട്ടത്തി ഇവിടെ കൊണ്ടുവന്ന പണമൊക്കെ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ശ്രുതി പറയും, ഞാനിത് പാർലർ വിറ്റു എന്ന് പറയാണ്. അതെല്ലാവർക്കും ഒരു ഷോക്കാവും കേട്ടോ, പാർലർ വിറ്റു, ഞാനിപ്പോൾ അവിടുത്തെ ഒരു ജോലിക്കാരി മാത്രമാണ് എന്ന് പറയാണ്. അപ്പം നീ എന്തിനാണ് വിറ്റ് ചോദിക്കുമ്പോൾ ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് പണം വേണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പണത്തിനൊക്കെ എന്നോടാണ് ചോദിക്കുന്നത്, അച്ഛനോട് അയച്ചു തരാൻ പറഞ്ഞപ്പോൾ നീ വെത്തിയതുകൊണ്ട് ഞാനത് വിറ്റതാന്ന് പറയാണ്. അപ്പോൾ അതും നുണയാണല്ലേ, ഇപ്പം നിൻ്റെ പേരിൽ ഒന്നുമില്ല അല്ലേ, നീ വെറും ഇവള് പൂ കെട്ടണ പോലെ നീ അവിടുത്തെ വെറും തൊഴിലാളി മാത്രമാണല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മതി, അത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു, സച്ചി അത് നേരത്തെ എന്നോട് പറഞ്ഞതാണെന്ന് പറയുകയാണ്. അത് വിട്ടേക്കുക, ഇനി ഇവിടെ ഒരു തരത്തിലുള്ള നുണകളോ ഒന്നും കെട്ടിച്ചമച്ച് നീ പറഞ്ഞുണ്ടാക്കണ്ട, നല്ലൊരു മരുമകളായിട്ട് നിനക്കിവിടെ ജീവിക്കാൻ പറ്റിച്ചു, നിനക്കിവിടെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ സ്വീകരിക്കാൻ കേട്ടോ. പക്ഷേ ചന്ദ്രമതിക്ക് ശ്രുതിനെ പഴയ പോലെ സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ ചന്ദ്രമതിനെ രേവതിനെ പോലെ തന്നെ പണികൾ എടുപ്പിക്കുന്നതും
കുത്തി നോവിക്കുന്ന സീൻസൊക്കെ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്